സോയ വാങ്ങ് ഭ്രാന്ത് കാണിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? വീഡിയോസ് അതെ ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയോണ്ട് നമുക്ക് സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. വ്ളോഗ് എടുത്തൊന്നും ഒരു പരിചയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതിന് ഒരു ലോജിക്കില്ലാത്ത രീതിയിലൊക്കെ വീഡിയോ വരുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്ലാഷ് ബാക്ക് താഴെ ഇറങ്ങിപ്പോളോ ജോലി കേട്ടോ. ഉണ്ട കൊച്ചു പറ്റി ഏകദേശം 1 മാസം പ്രായമുണ്ട്. ശരി പോക്കാം ടാറ്റാ. അതിലേ നോക്കാം കേട്ടോ. ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഉണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ മേടിച്ച കാര്യം. ആ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തുടർച്ചയല്ല എന്നാലും ആ വീഡിയോ നമ്മൾ കഴിഞ്ഞ ചെയ്ത വീഡിയോ പട്ടിക്കുഞ്ഞിനെ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ പട്ടിക്കുഞ്ഞിനെ പരിചയപ്പെടുത്തല്ല, പട്ടിക്കുഞ്ഞിനെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ പട്ടിക്കുഞ്ഞിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തതും പട്ടിക്കുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. കാറ്റ് കഴിഞ്ഞ വീഡിയോ ചെയ്തതും പട്ടിക്കുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. ഈ വീഡിയോ ചെയ്യുന്നത് പട്ടിക്കുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പട്ടിക്കുഞ്ഞിനെ കാട്ടി കുറേ മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പട്ടിക്കുഞ്ഞിനെ കാണിച്ചു തരാനും പിന്നെ നമ്മൾ കുറേ നാളായാലും വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു വീഡിയോ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് നേരെ നമ്മൾ പട്ടിക്കുഞ്ഞിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. പട്ടിക്കുഞ്ഞിൻ്റെ പേര് കിട്ടുന്ന പേര് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ് കിടക്കുന്ന ഓടി വരും. എടേ കൊച്ചു നാളത്തെ സ്വഭാവം മാറിയിട്ടില്ല കേട്ടോ. ആടി ഇതിൻ്റെ പേര് കുട്ടൂന്ന. നമ്മൾ തുടലൊക്കെ മേടിച്ചിട്ട് കാരണം വെളിയിറങ്ങിയ കല്ലുമണ്ണും തീറ്റിയ, അതുകൊണ്ട് നമ്മൾ തുടലൊക്കെ മേടിച്ച് സെറ്റാക്കി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഇതാണ് നമ്മുടെ കുട്ടു. ഇങ്ങനെ എന്താണ് ചോദിക്കട്ടെ. കൊച്ചു നാളത്തെ സ്വഭാവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും കൊച്ചാ. അവിടെ കിടന്ന് എന്നിട്ട് അവിടെ കിടന്നങ്ങ് സോയ വാങ്ങ് ഭ്രാന്ത് കാണിക്കും. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ലേ? വേണ്ട. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പട്ടിക്കുട്ടിനെ കട്ടിപ്പിച്ച് വളർന്നിട്ടുണ്ട്. തുടലൊക്കെ മേടിച്ചിട്ട് സെറ്റാക്കിയപ്പോഴത്തേന് പട്ടി വലിയ പട്ടിയായി. അപ്പം കഴിഞ്ഞ വീഡിയോ എടുത്ത് ഇപ്പം ഏകദേശം ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 1.5 മാസമാണ് ഇതിൻ്റെ. 1.5 മാസം അല്ല 2 മാസമാണ് ഇപ്പോൾ ഈ പട്ടിക്കുഞ്ഞിൻ്റെ പ്രായം. നമ്മൾ എടുക്കുമ്പോൾ 1 മാസമായിരുന്നു ഈ പട്ടിക്കുഞ്ഞിൻ്റെ പ്രായം. നമ്മൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്തുണ്ടോ അതോ കട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മാസമായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ പ്രായം. അപ്പം എൻ്റെ ബർത്ത്ഡേ എന്നാണ് വീഡിയോ എടുക്കുന്നതും ഡിസംബർ 20-ാം തീയതി വീഡിയോ എടുക്കുന്നത്. പക്ഷെ അപ്ലോഡ് ചെയ്തത് കുറേ ഡിസ്റ്റൻസ് ഇട്ടാണ്. ഏകദേശം ജനുവരി കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. എന്നാന്ന് ചോദിച്ചാൽ 11-ാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതായത് കഴിഞ്ഞ വീഡിയോ, അതായത് പട്ടിക്കുഞ്ഞിനെ കാണിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തത്. എടുത്തത് ഡിസംബർ 2025 ഡിസംബർ 20. ഞാൻ വർഷം പറയുന്നത് ചുമ്മാ വർഷം പറയുന്നതാണ്. അതായത് 2025 ഡിസംബർ 20-ലാണ് നമ്മുടെ പട്ടിക്കുഞ്ഞിൻ്റെ ആദ്യത്തെ വീഡിയോ വരുന്നത്. അതുപോലെ എൻ്റെ ബർത്ത്ഡേ ആണെന്നാണ്. എന്തായാലും നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുറേ അധികം എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഡിസ്റ്റൻസ് വന്നത്. ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോനെ എന്ന് വരുമെന്നോ എപ്പോൾ ഇടുമെന്നോ എനിക്ക് തന്നെ അറിയില്ല. കാരണം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേന് ഈ ഫോണിനകത്താണ് ചെയ്യുന്നത്. ഈ ഫോൺ നല്ല പഴക്കമുള്ളതാണ്. അപ്പോൾ നല്ലതായിട്ട് ഹാങ് ആകുമ്പോഴത്തേന് നമുക്ക് മടുപ്പ് തോന്നുമ്പോഴാണ് ഞാൻ പിന്നെ കുറേ ഡിസ്റ്റൻസ് പിന്നാവട്ടെ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇട്ട് പോകുന്നത്. എന്തായാലും ഷോർട്സ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്തിടും. കാരണം ഷോർട്സിന് എഡിറ്റ് ചെയ്യാൻ വലിയ പാടില്ല. അപ്പോൾ ഷോർട്സ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് ആ ഷോർട്സിന് വലിയ താമസം വരുന്നില്ല. ലോങ് വീഡിയോയ്ക്ക് മാത്രമേ നമ്മൾ
4 മാസമായി നമ്മുടെ ചാനൽ തുടങ്ങി. 4 മാസമായിട്ട് നമ്മൾ 12 വീഡിയോസൊക്കെ, അത് തന്നെ കുഴപ്പമില്ല, 12 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താൽ കുഴപ്പമില്ല. എന്നാലും എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഞാൻ കുറേ വീഡിയോ 4 മാസം കൊണ്ട് ഒരു 10, 30, 40, 40 20 ഈ ഇത്രയും 30-20 വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു. 30-20 വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അത് പറ്റിയില്ല. പറ്റിയില്ല. 12 വീഡിയോസ് ഇന്ന് 11-ാം തീയതി, അതായത് ഇപ്പം ഞായറാഴ്ച വീഡിയോസ് കൂടെ നോക്കുമ്പോൾ 12 വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറേ അധികം ഡിസ്റ്റൻസ് വന്നുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. വളരെയധികം എഡിറ്റിങ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എഡിറ്റിങ്ങിലാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പിന്നോട്ടൊന്നും പറഞ്ഞു എഡിറ്റ് ചെയ്ത് കുറേ സമയം പോകുമ്പോഴത്തേക്കും ഞായറാഴ്ച എന്തായാലും കുറേ സമയം വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് ഈ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് ഞാനിപ്പോൾ എടുക്കുന്ന ഈ വീഡിയോ തന്നെ ഇപ്പോൾ തന്നെ പോയി എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതായിരിക്കും. ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല, 2-3 ദിവസം. അതേപോലെ തന്നെ നമ്മൾ 5 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തത്. ഞായറാഴ്ച അപ്ലോഡ് ചെയ്തത്, അതായത് 11-ാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോ 5 മിനിറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അതായത് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1, 12, 13, 14, 15, 5 അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ 5 ദിവസമായി. 5 ദിവസം 5 ദിവസമായ വീഡിയോയ്ക്ക് 5 മിനിറ്റ് മാത്രമേ ലെങ്ത് ഉള്ളായിരുന്നു. കാരണം 5 മിനിറ്റ് ലെങ്തുള്ള വീഡിയോ അല്ല ഞാൻ എടുത്തത്, 11-12 മിനിറ്റ് ലെങ്തുള്ള വീഡിയോ ഇഷ്ടംപോലെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കാരണം ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസ്, അതായത് ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയോണ്ട് നമുക്ക് സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ സംസാരിക്കുന്ന രീതിയുടെ എന്ന് വെച്ചാൽ ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചത്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിപ്പം 5 മിനിറ്റ് ലെങ്തുള്ള ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് 5 മിനിറ്റ് അല്ലായിരുന്നു, 12 മിനിറ്റ് ആയിരുന്നു ആ വീഡിയോയുടെ. അത് കുറഞ്ഞ് ഏകദേശം 7 മിനിറ്റാണ് അതിൽ നിന്ന് വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ 7 മിനിറ്റ് ലെങ്തുള്ള വീഡിയോ അതിൽ നിന്ന് കട്ടായി പോയിട്ടാണ് 5 മിനിറ്റ് ലെങ്തുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത്. നേരത്തെ എനിക്ക് ഇങ്ങനെ വ്ളോഗ് എടുത്തൊന്നും ഒരു പരിചയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതിന് ഒരു ലോജിക്കില്ലാത്ത രീതിയിലൊക്കെ വീഡിയോ വരുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മളിതെല്ലാം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല, വീഡിയോയ്ക്കകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല. പട്ടിക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഗുഡ് ബൈ.